ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എല്ലാവരും അവസാനം വരെയും കാണണേ. അപ്പോൾ നമ്മുടെ റനക്കുട്ടിയുടെ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മദ്രസ തുടങ്ങി, ട്യൂഷൻ തുടങ്ങി, ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഉറങ്ങുകയാണ്. ആ സമയത്ത് ഞാൻ വേഗം പിന്നെ കിച്ചണിലെ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് രാവിലെ കുട്ടികൾക്ക് ക്ലാസ്സിന് പോകുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കണം. ചിലപ്പോൾ ആ സമയത്ത് ചട്നിയോ ചമ്മന്തിയോ അല്ലെങ്കിൽ കറിയോ ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, കറികളൊന്നും കൂട്ടാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു 3 ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐഡിയാസാണ് കേട്ടോ ഇന്ന് വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അരിപ്പൊടി വെച്ചുകൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: സവാള 2 എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ ഒരു പാനിലേക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അരിപ്പൊടി 1 കപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു സവാളയോ 1.5 സവാള, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മതിയാവും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എടുത്ത് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനം കൂടി അതിലേക്ക് ഇടുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഇടയിൽ കുറേശ്ശായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ചായിട്ട് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലൂസായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനാണ് കുറച്ച് മാത്രം ആക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിൽ ഒരു പച്ചമുളക്, വലിയ പച്ചമുളകായിരുന്നു, അതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുട്ടികൾ കഴിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇടാം കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ പിടിക്കാനാവുന്ന ആ ഒരു ലെവൽ വരൂലേ, അതുവരെ നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല, പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ കിട്ടുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്ക് ഇതൊക്കെ ഒരു വലിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ചെറിയ ഇത് മതിയെന്നുണ്ടെങ്കിൽ അതുപോലെ ചെറുതും വേണമെങ്കിൽ ആക്കാം. ഞാൻ അത്യാവശ്യം വലുതാക്കുന്നുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് ഒരെണ്ണം കഴിച്ചാലും മതിയാവുമല്ലോ അല്ലേ. പിന്നെ ഈ ഒരു പാന് നമ്മുടെ ഷോപ്പിലത്തെയാണ് കേട്ടോ, ഇക്കാൻ്റെ ഷോപ്പിലത്തെയാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നമ്പർ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. കുറേ ഓർഡേഴ്സ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്, എല്ലാം നമുക്ക് അയക്കാൻ പറ്റിയിട്ടില്ല, സോറി. ഇക്കാക്ക് എല്ലാം കൂടെ ഒന്നിച്ച് നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഈ ബോൾസ് ഇതുപോലെ നേരിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നോർമലാക്കിയിട്ട് കൈപ്പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ എന്ന പോലെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പരത്തിയിട്ട് നമ്മൾ ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കയ്യിൽ പരത്തിയതും കൂടെ കാണിക്കാം. അപ്പോൾ ഇതുപോലെ കയ്യിൽ പരത്തിയിട്ടുണ്ട്, അതും കൂടെ അതേ കയ്യിൽ പരത്തി അങ്ങനെ വെച്ചിട്ട് കൈൻ്റെ കൈൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പാനിലേക്ക് നേരിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കൊന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് എണ്ണയിലിട്ട് പൊരിക്കുക വേണമെങ്കിലും ചെയ്യാം. ഞാൻ പക്ഷേ അങ്ങനെ രാവിലെ തന്നെ ഒരുപാട് എണ്ണയിലിട്ട് പൊരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എണ്ണ മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് മറിച്ചിടുക. അപ്പോൾ നമ്മുടെ ഒരു റെസിപ്പി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ഈസി ആയിട്ട് ബ്രെഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നോർമൽ സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ബട്ടർ ഒരു കഷ്ണം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുക. അതിനുശേഷം നമുക്കൊരു 3 മുട്ട, പിന്നെ അതിലേക്ക് ഇടാൻ ഒരു സവാള, മല്ലിയില, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളി, മല്ലിയില എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഞാനിതിൽ മുളകല്ല യൂസ് ചെയ്തിരിക്കുന്നത്, കുരുമുളക് പൊടിയാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ, നമ്മൾ നേരത്തെ വെച്ച സെയിം പാനിൽ തന്നെ ചെയ്താൽ മതി. ഇതുപോലെ ബട്ടർ ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ മുട്ടയുടെ ബാറ്റർ, അതായത് ഈ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ 2 മുട്ടയാണെങ്കിലും മതിയാവും. ഇത് ഒരുപാട് കട്ടിയായിട്ടുണ്ട്. ഇത്രയും കട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ 2 ബ്രെഡ് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഈ ഒരു ഭാഗം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഉള്ളിൽ വെക്കാൻ ഒരു തക്കാളിയിൽ ഇതുപോലെ 4 കഷ്ണാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ആപ്പിൾ തക്കാളി ആയിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് ബെറ്റർ. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോൾ നാടനുള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. ഇതുപോലെ പാൻ ഇളക്കി നോക്കിയിട്ട് അടി വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇനി നമുക്കിത് പൊട്ടാതെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതേ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ആവശ്യമുള്ളത് എന്തൊക്കെയാണോ പച്ചക്കറികൾ അതൊക്കെ വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ 2 തക്കാളി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സവാളയും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. സോസൊക്കെ വേണമെങ്കിൽ സോസ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ സോസ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. സെലറി ഉണ്ടെങ്കിൽ സെലറി ഇടാം. ഇനി വന്നിട്ട് മൊസറല്ല ചീസാണ്. ഈ മൊസറല്ല ചീസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 2 വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ആദ്യത്തെ വീഡിയോസ് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് സൈഡിലുള്ള മുട്ടയുടെ ഭാഗമൊക്കെ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചതിൽ 2 ബ്രെഡും കൂടി ഉണ്ടായിരുന്നില്ലേ, അത് മുകളിൽ വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ചും കൂടി മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഇങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്യാം. നമുക്ക് ഇനിയൊരു റെസിപ്പിയും കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. ഇതും അടിപൊളിയാണ്. പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് വേറെ ഇപ്പോൾ മാവോ ഒന്നും ഇല്ലെങ്കിൽ ബ്രെഡാണ് ഉള്ളതെങ്കിൽ ഗോതമ്പ് ബ്രെഡാണെങ്കിൽ അത്രയും ഹെൽത്തിയാണ്. ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിൽ വേണമെങ്കിൽ വെച്ചും കൊടുക്കാൻ പറ്റും. ഇതിലുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ നാശമാവുന്നതല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇനി നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മാവ് ഉണ്ട്, ദോശയ്ക്കുള്ള മാവുണ്ട്. പെട്ടെന്ന് ചട്നിയൊന്നും ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സവാള അരിഞ്ഞത് രാത്രിയൊക്കെ ചിലപ്പോൾ നമ്മൾ അരിഞ്ഞ് വെക്കില്ലേ, സവാള അരിഞ്ഞതോ തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞിടുക. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മാവ് അതിലേക്ക് ആവശ്യത്തിലുള്ള മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിന് നമുക്ക് ഇപ്പോൾ ചമ്മന്തി വേണം നിർബന്ധമൊന്നുമില്ല. ചമ്മന്തിയും കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. നമ്മൾ ഇടയ്ക്ക് പെട്ടെന്ന് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ, നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് മാവിൽ ഉപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇടേണ്ട ആവശ്യം ഉണ്ടാവും. അതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടതിന് പുറമെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അതിലിങ്ങനെ ഹോൾസ് ആയിട്ട് വന്നിട്ട് നല്ല കാണാനും ഭംഗിയുണ്ടാവും. ഉള്ളിലൊക്കെ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അതിനാണ് നമ്മളിങ്ങനെ മാവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ചുടുന്ന ആ ഒരു കുഴിയപ്പക്കല്ലില്ലേ, അതെടുക്കാം. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഓരോ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടായിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷം നമ്മുടെ മാവ് ഇതുപോലെ കറക്റ്റായിട്ട് ആ കുഴീൻ്റെ ആ ഒരു പാകത്തിന് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മറിച്ചിടുമ്പോൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത്രയ്ക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കയ്യിൽ ആ ഒരു സ്പൂണ് മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാറ്റിലും ഒഴിച്ചു കൊടുത്തിട്ട് അത് വെന്തതിന് ശേഷം മറിച്ചിടാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്കൂളൊക്കെ തുറന്നപ്പോൾ നമുക്ക് ഏതായാലും ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ പെട്ടെന്ന് ചെയ്യാൻ ചില സമയങ്ങളിലൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി റെസിപ്പീസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് വലിയൊരു സംഭവമാണ് നമ്മുടെ തംബ്നെയിൽ എന്ന് പറയുന്നത്. തംബ്നെയിൽ കണ്ടാൽ അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആശ്ചര്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയുള്ളൂ. പക്ഷേ ഈ വീഡിയോ എത്രത്തോളം പോകുന്നു വലിയൊരു ഉറപ്പൊന്നുമില്ല. ഏതായാലും തംബ്നെയിൽ എടുക്കാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റനക്കുട്ടിയാണ് കേട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പണിയാരമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഈ പണി കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അതിൻ്റെ നേരത്തെ എല്ലാം റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ റനക്കുട്ടി അവരൊക്കെ മദ്രസ പോയിട്ട് വന്ന സമയത്താണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ. ചിലർക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ പേടിയുണ്ട്, അവരുടെ ഐഡി ഇങ്ങനെ കാണുമോ എന്തെങ്കിലും പ്രശ്നമാണെന്ന്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്കതൊരു ഇൻസ്പിറേഷനും കൂടിയാണ്, ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ബൈ, മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.